അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോവന നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോവന നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാനേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാനേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനം 84 5, 6, 7 വാക്യങ്ങൾ. ഒരിക്കലും പറഞ്ഞ സങ്കീർത്തനം 84 അധ്യായം അതിന്റെ 5, 6, 7 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അപ്പോൾ എൻ്റെ ചിന്തയിൽ വന്ന ചില കാര്യങ്ങൾ മാത്രം ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്: ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പലപ്പോഴും നമ്മുടെ ബലം, ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ ബലം നമ്മൾ എന്തിലാണ് നമ്മൾ പലപ്പോഴും വെക്കാറുള്ളത്? ഒരു പക്ഷേ പണത്തിൽ ബലം വെക്കുന്നവരുണ്ട്, സൗന്ദര്യത്തിൽ ബലം വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ബലം വെക്കുന്നവരുണ്ട്. അതുപോലെ മറ്റനേക വ്യക്തികളിലും എല്ലാം നമ്മൾ പലപ്പോഴും ഇതുപോലെ ബലം വെക്കാറുണ്ട്. എന്നാൽ ഈ ബലങ്ങളെല്ലാം നമ്മൾ ഏതിലൊക്കെ നമ്മൾ ആശ്രയിച്ചോ, ഈ ആശ്രയങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ ബലം വെച്ചിരിക്കുന്നതെല്ലാം നമ്മളെ വിട്ട് മാറിപ്പോകും. നമ്മൾ സൗന്ദര്യത്തിൽ ആശ്രയം വെക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ബലം എന്ന് കരുതുന്നവരാണെങ്കിൽ, ആ സൗന്ദര്യവും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ ബലം വെക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ ആ ആരോഗ്യം എല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറിപ്പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടായ്മയിൽ ബലം വെക്കുന്നവരുണ്ട്. കൂട്ടായ്മയിൽ ബലം വെക്കുന്നത് നമുക്ക് ദൈവസന്നിധിയിൽ വരുന്നതിനേക്കാളിലും ദൈവത്തിൻ്റെ കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിലാണ് നമ്മുടെ ബലമെങ്കിൽ ചില ബന്ധങ്ങൾ നമ്മളെ വിട്ടു പോകുമ്പോൾ, ആ കൂട്ടായ്മ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ബലം അവിടെ തീർന്നു പോകാം. പക്ഷെ എന്നാൽ ദൈവവചനത്തിൽ പറയാണ്, നമ്മുടെ ബലം നമ്മൾ ദൈവത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. യഥാർത്ഥത്തിൽ ആ ഭാഗ്യ പദവിക്ക് യോഗ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൽ ബലം വെക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഭാഗ്യ പദവി ലഭിക്കുകയുള്ളൂ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയാണ്: ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. സിയോൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവം വസിക്കുന്ന ഇടം. അപ്പം ദൈവത്തിൽ ബലം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവൻ എപ്പോഴും ഒരു ആഗ്രഹം എന്തായിരിക്കും? എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലോട്ട് എനിക്ക് ഓടിച്ചെല്ലണം, ആ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് കേൾക്കണം, അവൻ എന്നോട് എന്ത് പറയുന്നെന്ന് എനിക്ക് അറിയണം. അപ്പോൾ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഉള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ കാണും, അല്ലേ? അപ്പോൾ അത് മറ്റാർക്കും അത് ലഭിക്കത്തില്ല, ദൈവത്തിൽ ബലം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രം. കാരണം അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ അവിടെ നമുക്ക് ആശ്വാസം ഒരു മനുഷ്യനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്നോ നമുക്ക് ലഭിക്കത്തില്ല. നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഇടം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൽ ബലം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ദൈവത്തിൻ്റെ അടുക്കലോട്ട് ചെല്ലുവാനുള്ള അവൻ്റെ ആഗ്രഹം എന്ത് ചെയ്ത് അത് അവൻ്റെ ജീവിതത്തിൽ അതൊരു ബലമായി തന്നെ തീരും. അടുത്ത 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന: കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. നമ്മൾ ചിന്തിക്കും, അല്ലേ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരല്ലേ, നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരും പ്രയാസവും കഷ്ടവും ഒക്കെ വരുമോ എന്ന് നമ്മൾ ചിന്തിക്കും. എല്ലാ മനുഷ്യർക്കും ദൈവം ഭൂമിയിൽ ആക്കിയിരിക്കുന്ന സകല മനുഷ്യരുടെയും ജീവിതത്തിൽ എന്ത് വരും? കഷ്ടതയും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ അതിന് ജലാശയമാക്കി തീർക്കും. ആർക്കാണ് ആ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ ജലാശയമാക്കി, അല്ലെങ്കിൽ ആ ജലാശയത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് നമുക്കറിയാം, അല്ലേ? അല്ലെങ്കിൽ ഒരു കിണർ, അല്ലെങ്കിൽ ഒരു കുളം, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിനടുത്ത് ജീവന്റെ അംശങ്ങൾ കൂടുതലായിരിക്കും.
വെള്ളത്തിൻ്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ അതിന് ചുറ്റിലും ചെടികൾ കാണും, മരങ്ങൾ കാണും, മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിനെ ആശ്രയിക്കും. എന്തിന്? മനുഷ്യനുൾപ്പെടെ ആശ്രയിക്കുന്ന വെള്ളത്തെയാണ് അല്ലെ. അപ്പൊ ഇവിടെ പറയാണ്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ബലം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവനും കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകും. അവനും പ്രശ്നങ്ങളുടെയും കഷ്ടതയുടെയും നിരാശയുടെയും ആ അവസ്ഥയിലൂടെ അവൻ കടന്നു പോകും. പക്ഷെ അവന് മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ ജലാശയമാക്കി, അതല്ലെങ്കിൽ അത് ഒരു മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുന്ന രീതിയിൽ അത് ആ അവസ്ഥയെ മാറ്റുവാനായിട്ട് കഴിയും. ഒരു ജലാശയത്തിന് ചുറ്റും അനേക ജീവജാലങ്ങൾ വന്നു കൂടുന്ന പോലെ ഇവന്റെ അനുഭവങ്ങൾ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, ദൈവത്തിൽ ബലം വയ്ക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരിന് ആശ്വാസം പകരത്തക്കവണ്ണം അതിനെ മാറ്റി തീർക്കുവാനായിട്ട് കഴിയും. അടുത്ത വാക്യത്തിൽ, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ നിരാശകളും അല്ലെങ്കിൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എനിക്കതിനെ എന്ത് ചെയ്ത് അതൊരു മരണനിഴലിൻ്റെ താഴ്വരയാക്കി മാറ്റുവാനും കഴിയും. അതിനെ എനിക്ക് ജലാശയമാക്കി മാറ്റാനായിട്ടും കഴിയും. അപ്പം ഞാനതിനെ, ആ വിഷയത്തെ ഞാൻ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും കടന്നു വരുന്നില്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴുന്നില്ല എന്ന് ചിന്തിക്കുകയും എന്ന് മനസ്സിലത് കണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് മാത്രമേ അതിനെ ജലാശയമാക്കി മാറ്റുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഉള്ള ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുകയാണല്ലേ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ നീ യാതൊന്നും വരത്തില്ല, ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നീ അറിഞ്ഞു തന്നെയാണ് വരുന്നത്, അതിൻ്റെ ദോഷത്തിനല്ല അതിൻ്റെ നന്മയ്ക്കാണ് എന്ന് ഉള്ള ഒരു തിരിച്ചറിവും ആ ഒരു വിശ്വാസത്തിൻ്റെ ചുവട് ഞാൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമാക്കുവാനായിട്ട് അതിനെ ദൈവത്തിന് കഴിയും. കാരണം അതവിടെ ഒരിച്ചിരി വെള്ളമായിട്ടല്ല, അത് അനുഗ്രഹിക്കപ്പെട്ട് അത് ഒഴുകി അനേകർക്ക് അത് ആശ്വാസമായി തീരത്തക്കവണ്ണം അതിനെ നിറയ്ക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയും. അതിൻ്റെ അടുത്ത വാക്യം, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന, അവർ ഏത് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നാലും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി മേൽക്കുമേൽ അവൻ എന്ത് ചെയ്യും? ബലം പ്രാപിക്കും. അവനെ ഒന്നിനും ഒരു സാഹചര്യത്തിനും അവനെ തളർത്തി കളയുവാനായിട്ട് കഴിയത്തില്ല. ഒരു വ്യക്തികൾക്കും അവനെ തളർത്തി കളയുവാനായിട്ട് കഴിയത്തില്ല. അവൻ ഓരോ ദിവസവും, കാരണം അവൻ്റെ ബലം ആരിലാണ്? അവൻ്റെ ദൈവത്തിലാണ്. അതുകൊണ്ട് അവൻ മേൽക്കുമേൽ അവൻ ബലം പ്രാപിക്കും. അതിൻ്റെ അടുത്ത വാക്യം, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങൾ, ആ കഷ്ടങ്ങൾ എന്നെ തകർത്ത് കളയുവാനായിട്ടല്ല, ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അതിനകത്ത് എന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടല്ല, അതിനകത്ത് എന്നെ ബലപ്പെടുത്തി, അതിനകത്ത് എന്നെ ദൈവം ഉരുവാക്കി, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ മാറ്റപ്പെടുമ്പോൾ, ഞാൻ ആ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ കാണുന്ന അനേക ജനങ്ങളുണ്ടല്ലേ, അതുപോലെ കഷ്ടങ്ങളിൽ കടന്നു പോകുന്ന അനേക ജനങ്ങളുണ്ട്. അവരെൻ്റെ അടുക്കലോട്ട് ഓടി വരിക, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ടും എനിക്ക് കഴിയും. ഞാനൊരു അനുഗ്രഹമായി, മറ്റെല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറത്തക്കവണ്ണം ദൈവം എന്നെ മാറ്റി തീർക്കും. അപ്പോൾ എൻ്റെ കൂടെ എന്തുകൊണ്ട് ഞാൻ ഈ ഇത്രയും ബലം പ്രാപിക്കുന്നു, ആ തിരിച്ചറിവ് മറ്റനേകരെ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലോട്ട് കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം ഞാൻ ദൈവവചന ഭാവം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ആ ചിന്തയാണ് ഞാൻ നിങ്ങളോടും പങ്കുവെച്ചത്. എനിക്കും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആരെങ്കിലും ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ദൈവമേ എല്ലാവരും എന്നെ വിട്ടുപോയി, ദൈവമേ എനിക്കൊന്നുമില്ല എന്ന് ആരെങ്കിലും നിരാശയോടിരിക്കുന്നെങ്കിൽ നിങ്ങൾ അറിയുന്നൊരു കർത്താവുണ്ട്. നിങ്ങൾ നന്നായിട്ട് അറിയുന്ന നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ പാപങ്ങളെയും നിങ്ങളുടെ തെറ്റുകളെയും നിങ്ങളുടെ ഇല്ലായ്മകളെയും നിങ്ങളുടെ കഷ്ടതകളെയും സകലത്തെയും അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവനിൽ ചെന്ന് നിങ്ങൾ ശരണം പ്രാപിച്ചാൽ, അവൻ നിങ്ങളുടെ ബലമായി തീർന്നാൽ, നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളെയും മറികടക്കുവാനുള്ള ബലം അവൻ നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.